കൊല്ലം, പത്തനംതിട്ട ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തൂക്ക് നടപ്പാലം 22-ന് നാടിന് സമർപ്പിക്കും. കുളക്കട ഇളങ്ങമംഗലം തൂക്കുപാലം സജ്ജമായതോടെ നാട്ടുകാർക്ക് MC റോഡിൽ 6 കിലോമീറ്റർ ചുറ്റണ്ട. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. എൻ്റെ പേര് ശ്രീദേവിയമ്മ. ഈ പാലം ഇപ്പോൾ ഈ തൂക്കുപാലം വന്നപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ആശ്വാസമുണ്ട്? ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. ഞങ്ങൾ എന്ത് ചുറ്റിക്കറങ്ങിയ ഓരോ കൊട്ടാരക്കരയൊക്കെ പോകുന്നറിയാം. ഒരു ആഗ്രഹം പൂർത്തീകരണം നടന്നു. ഞങ്ങളിവിടെ കടത്തില്ലാതായതോടുകൂടി ഞങ്ങൾക്ക് ഏനാത്ത് പോകാനുണ്ടെങ്കിൽ അവിടുന്ന് 3.5 കിലോമീറ്റർ നടന്നു പോകണം, അല്ലെങ്കിൽ ആട്ടോയ്ക്ക് 80 രൂപ കൊടുക്കണം. അങ്ങനെ കൊണ്ട് ഇതാകുമ്പോൾ ഞങ്ങൾക്ക് ഏനാത്ത് പോയിട്ട് കുളക്കട വന്ന് ഇറങ്ങി ഇതുവഴി നടന്ന് 10 മിനിറ്റ് കൊണ്ട് ഞങ്ങളുടെ വീട്ടിലെത്താം. ഞങ്ങൾക്ക് വയ്യാത്ത ഒരാൾ കുളക്കട കഷായത്തിന് പോകാൻ വരെ ഏനാത്തൂടെ പോകണം. ഇതാകുമ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കയറി കഷായം വാങ്ങിക്കാം, പോകാം. എന്നാലും ഞങ്ങൾ ഇവിടെ പോകുന്നത് എളുപ്പം ഞങ്ങൾക്ക് കുളക്കടയിലാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൊട്ടാരക്കര പാനായാലും പുത്തൂര് പാനായാലും ഞങ്ങൾക്ക് ഇങ്ങനെ കയറുന്ന എളുപ്പം. ഇതിലെല്ലാം ഞങ്ങൾക്ക് അത്യാവശ്യം സ്കൂൾ കുട്ടികൾക്ക് പോകാനെത്തത്, മറ്റേ അവർക്കായിരുന്നു ബുദ്ധിമുട്ട് മൊത്തം. ഇപ്പോൾ ഓക്കെയായി. വളരെ സന്തോഷമുണ്ട് പാലം ശരിയായതിൻ്റെ. എൻ്റെ മോളെ ഇവിടെ കല്യാണം കഴിച്ചിട്ടേക്കുന്നത്. എനിക്ക് ഓടി ഒരു പൊടിക്കുഞ്ഞുണ്ട്, അതിനെ നോക്കാൻ പോകാൻ വലിയ ഉപകാരമായി. ഇല്ലെങ്കിൽ അതിനകത്തൂടെ ചുറ്റിക്കറങ്ങി പോകണമായിരുന്നു. ഇതാണ് ഈ പറഞ്ഞ കുളക്കട ഇളങ്ങമംഗലം, അതായത് കൊല്ലം ജില്ലയും പത്തനംതിട്ടയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കൊച്ചു തൂക്കുപാലം. പണ്ടേ ഉണ്ടായിരുന്നതാണ്, പ്രളയത്തിൽ നശിച്ചുപോയി. പിന്നീട് ഇപ്പോൾ 56 ലക്ഷം രൂപ ചെലവഴിച്ച് കൊട്ടാരക്കര MLA കൂടിയായിട്ടുള്ള ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇനി അത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. വിനോദസഞ്ചാരത്തിന് പുതിയൊരിടം കൂടി. കൊല്ലം ജില്ലയിലെ കുളക്കടയും പത്തനംതിട്ട ജില്ലയിലെ ഇളങ്കമംഗലത്തെയും ബന്ധിപ്പിക്കുന്ന 2013 നിർമ്മിച്ച തൂക്ക് നടപ്പാലം 2018 പ്രളയത്തിൽ തകർന്നു. കൊട്ടാരക്കര MLA കൂടിയായ ധനമന്ത്രി KN ബാലഗോപാൽ പാലം പുനർനിർമ്മിക്കാൻ MLA ഫണ്ടിൽ നിന്ന് 54 ലക്ഷം രൂപ അനുവദിച്ചു. കല്ലടയാറിന് കുറുകെ 75 മീറ്റർ നീളത്തിൽ 4 അടി വീതിയിൽ അലോയ് പലകമാകിയ തൂക്കുപാലം അങ്ങനെ സജ്ജമായി. 6 കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ചിരുന്ന പത്തനംതിട്ടയിലെ ഇളങ്ങമംഗലത്തെ നാട്ടുകാർക്കിനി 1/2 കിലോമീറ്റർ കൊണ്ട് കൊല്ലം ജില്ലയിൽ MC റോഡിൽ എത്താം. ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണ്? നാട്ടുകാർക്ക് ഒരുപാട് പ്രയോജനമാണ്. ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ്. അന്നേരം ആ സ്ഥലത്തെ 2 സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്. അങ്ങനെ മെയിൻ റോഡിൽ കയറിയിട്ട് പെട്ടെന്ന് മെയിൻ റോഡിൽ MC റോഡിനെ ആശ്രയിച്ച് കോളേജുകളിൽ, സ്കൂളുകളിൽ, ഓഫീസുകളിൽ എല്ലാം പോകുന്നവർക്ക് ഒരുപാട് പ്രയോജനമാണ്. ഒരുപാട് സന്തോഷമാണ് ഈ പാലം വന്നതോടുകൂടി പത്തനംതിട്ടക്കാർക്ക്. അതുപോലെ 6 കിലോമീറ്ററൊക്കെ ചുറ്റി ആണ് MC റോഡിനെ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ പറയാം, പെട്ടെന്ന് ഈ MC റോഡിൽ കയറി കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ പോകാൻ പറ്റുന്നുണ്ട്. ഈ പാലം നിങ്ങൾ എങ്ങനെയാണ് വീണ്ടെടുത്തത്? പാലം ഞങ്ങൾ വീണ്ടെടുത്തത് ബഹുമാനപ്പെട്ട കൊട്ടാരക്കര MLAയും കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ ശ്രീ KN ബാലഗോപാലിൻ്റെ അകമഴിഞ്ഞ നേതൃത്വപരമായ സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 54 ലക്ഷം രൂപ അനുവദിച്ച് ഏതാണ്ട് 5 വർഷക്കാലത്തിലേറെയായി ഗതാഗതം നിരോധിക്കപ്പെട്ട് കടന്നിരുന്ന ഈ പാലം, ഈ നാടിൻ്റെ ഏറ്റവും വലിയ അഭിലാഷമായി നിന്നിരുന്ന പാലം നവീകരണം പൂർത്തിയാക്കി വീണ്ടെടുത്തിരിക്കുന്നത്. പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവിധ ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമാണ് പാലം തുറന്നു കൊടുക്കുന്നത്. നാട്ടുകാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പേടി ഇതോടുകൂടി ഇല്ലാതായിരിക്കുന്നു. അതായത് വള്ളത്തിൽ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ കല്ലടയാറാണ്, എപ്പോൾ വേണമെങ്കിലും വെള്ളം പൊങ്ങാം, അപകടം സംഭവിക്കാം. മനസ്സിലെ ആശങ്കയൊഴിഞ്ഞു. നമ്മുടെ പണ്ടത്തെ ഇവിടുത്തെ തൂക്കുപാലം, അതായത് പുനലൂർ തൂക്കുപാലം കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ തൂക്കുപാലം, 2ാമത്തെ പാലമാണ് ഈ കൊല്ലം ജില്ലയിലെ ഇത്. ഇതൊരു വിനോദസഞ്ചാര മേഖല കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കുളക്കടയിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാഷ്ട്രീയ.